തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള വാണിയമ്പാറ ഉണ്ണിമിശിഹ ദേവാലയത്തിൽ കഴിഞ്ഞ 13-ാം തീയതിയാണ് ഇത്തരത്തിൽ മൃതദേഹം സംസ്കരിക്കാൻ ശ്രമം നടത്തിയപ്പോൾ ഒരു കല്ലറയ്ക്കുള്ളിൽ മൃതദേഹമെന്ന് തോന്നിക്കുന്ന 2 വസ്തുക്കൾ കണ്ടെത്തിയത്. പിന്നെ അതിനെ തുടർന്ന് ഇത്തരത്തിൽ കല്ലറ അടയ്ക്കുകയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയുമായിരുന്നു. ഇപ്പോൾ ഏറ്റവും നിർണായകമായൊരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘവും പോലീസ് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സംശയമുള്ളവരെ ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഉണ്ണിമിശിഹ ദേവാലയത്തിന്റെ അങ്കണത്തിലാണ്. ഇവിടെ ഇത്തരത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പള്ളിയുടെ അധികാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തുകയും തുടർ നടപടികൾ എന്താണ് എന്ന കൂടിയാലോചന നടത്തുകയും ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ 2019 കാലഘട്ടത്തിൽ കാണാതായ കോഴിക്കോട് വിലങ്ങാട് സ്വദേശിയായിട്ടുള്ള സിജോസ് സ്കറിയയുടെ തിരോധാനവും ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതായത് ഈ 2014 ഇത്തരത്തിൽ കോഴിക്കോട് വിലങ്ങാട് നിന്ന് മാതാപിതാക്കളുമായി പിണങ്ങി സിജോ സ്കറിയ ഭാര്യ വീടായ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. അതിനുശേഷം കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തെ കാണാതാവുകയായിരുന്നു. പിന്നീട് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ഇവർ ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകുകയും ഈ പോലീസ് അന്വേഷണം നടക്കുകയുമായിരുന്നു. അതിനുശേഷം ഇത്തരത്തിലൊരു സംഭവം, അതായത് ഈ വാണിയമ്പാറ പള്ളിയിൽ ഈ കല്ലറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മൃതദേഹങ്ങളെന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ കേസുമായി മുന്നോട്ട് പോവുകയാണ് ഇത്തരത്തിൽ സിജോസ് കറിയയുടെ കുടുംബം. അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നൊരു കാര്യമാണ് പ്രധാനമായും പറയുന്നത്. കാരണം ഈ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായ ചില വസ്തുതകളുണ്ട് എന്നുള്ളതാണ് ഇവർ ഈ അന്വേഷണം വേണമെന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്നാമത് ഇത്തരത്തിൽ സിജോസ് കറിയയുടെ അളിയൻ, അതായത് ഭാര്യയുടെ സഹോദരൻ, അന്ന് ഇവിടെ കൈക്കാരനായി ജോലി ചെയ്തിരുന്ന ആളാണ്. അയാൾക്ക് ഈ സംഭവവുമായി കൃത്യമായി ബന്ധമുണ്ട്. അതിനു മുമ്പ് ഈ സിജോസ് കറിയയുമായി ചിലപ്പോഴൊക്കെ ഇവർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പരസ്യമായിട്ട് ഉണ്ടാകുകയും ചെയ്തിരുന്നു എന്ന് നാട്ടുകാർ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്ന സംഭവമുണ്ടായി. ഇതേ തുടർന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ബിനോയ് തുരുത്തേലിന് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. സിജോസ് കറിയന്റെ തിരോധാനത്തിൽ ഇത്തരത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ അന്വേഷണം എത്രയും വേഗം വേണം. ഈ കല്ലറ തുറന്ന മൃതദേഹമാണെങ്കിൽ അത് ആരുടേതാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും പള്ളി അധികൃതരും 1 ഇഞ്ച് പിറകോട്ടില്ല. എന്തായാലും ആ കല്ലറ തുറന്ന് പരിശോധിക്കണമെന്നൊരു കാര്യം തന്നെയാണ് ഇവർ പ്രധാനമായും പറയുന്നത്. കാരണം വിശ്വാസികളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് വ്യക്തത വരുത്താതെ മുന്നോട്ട് പോകുന്നത് ഒരു കാരണവശാലും അതൊരു നല്ലതല്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ പള്ളി കമ്മിറ്റി എത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് അവർ പരാതി നൽകിയിരുന്നു. ആ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുടർ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഡിവൈഎസ്പി ഉൾപ്പെടെ കരിക്കോട്ടക്കരി പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയാണ് ഇപ്പോൾ കല്ലറയിൽ ഉൾപ്പെടെ പരിശോധന നടത്തി വിശദമായ ചോദ്യം ചെയ്യലും കൂടിയാലോചനകളും നടത്തുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിർണായക നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജുഡീഷ്യൽ അധികാരിയുടെ മുൻപാകെ ഈ കല്ലറ തുറന്ന് പരിശോധിക്കുന്ന നടപടികളിലേക്ക് കടക്കണമെന്നൊരു ആവശ്യം പ്രധാനമായും ഇത്തരത്തിൽ ഇടവക സമൂഹം ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഇത്തരത്തിൽ സംശയങ്ങൾ ബാക്കി നിർത്തി മുന്നോട്ട് പോവുക സാധ്യമല്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ പള്ളി അധികാരികൾ എത്തിയിട്ടുള്ളത്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വീഴ്ചയുണ്ടായിരുന്നു. ആ വീഴ്ച നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ ഇപ്പോൾ ഇത് വലിയ രീതിയിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയതിന് പിന്നാലെ ഇത്തരത്തിൽ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ അന്വേഷണം നടത്തുകയാണ്. ഇത്തരത്തിൽ സിജോസ് കറിയയുടെ മരണവുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് ഇപ്പോൾ പ്രാഥമികമായി നടത്തുന്നത്. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഈ സിജോസ് കറിയയുടെ മൃതദേഹമാകാനാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ബിനോയ് തുരുത്തേൽ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരനായ ബിനോയ് തുരുത്തേലിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിർണായക നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.